അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 19 ബുധനാഴ്ച. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കെത്താൻ ഇനി 1.5 മണിക്കൂർ മാത്രം. നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ അതിവേഗ ഇടനാഴിയായി നിർമ്മിക്കുമെന്നും പദ്ധതി രൂപരേഖയിൽ ആവശ്യമായ മാറ്റം വരുത്താൻ ദേശീയപാത അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടുകൾ. ഇതോടെ സംസ്ഥാനത്തെ ആദ്യ ഹൈസ്പീഡ് കോറിഡോറായി പാലക്കാട് കോഴിക്കോട് ഹൈവേ മാറും. നിർദ്ദിഷ്ട കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേയും അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസും ഈ രീതിയിൽ നിർമ്മിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിവേഗ ഇടനാഴിയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. പാലക്കാട് കോഴിക്കോട് യാത്രയ്ക്ക് ഇപ്പോഴത്തെ ദേശീയപാതയിലൂടെ ശരാശരി 4 മണിക്കൂർ വേണ്ടിടത്ത് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ 2 മണിക്കൂറാണ് കണക്കാക്കുന്നത്. ഇത് അതിവേഗ ഇടനാഴിയായി രൂപം മാറുമ്പോൾ 1.5 മണിക്കൂറിൽ താഴെയാകുമെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് മരുത റോഡിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് പന്തീരാങ്കാവ് വരെയാണ് നിർദ്ദിഷ്ട അതിവേഗ ഇടനാഴി. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനവും മോദിയുടെ US സന്ദർശനവും സംബന്ധിച്ചുള്ള വിവാദത്തിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി ശശി തരൂർ. KC വേണുഗോപാലിന്റെ കൂടി സാന്നിധ്യത്തിലാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ സംസാരിച്ചത്. രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം 10 ജൻപഥിലെ വസതിയിൽ വച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രശ്നങ്ങൾ സങ്കീർണമാകാതെയുള്ള അനുനയ ചർച്ചയാണ് നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. തരൂരിന്റെ കൂടി ആവശ്യപ്രകാരമാണ് കൂടിക്കാഴ്ചയെന്നും റിപ്പോർട്ടുകളുണ്ട്. ചർച്ചകൾക്ക് ശേഷം തരൂർ രാഹുലിനൊപ്പം പിന്നിലെ ഗേറ്റിലൂടെ കാറിൽ പുറത്തേക്ക് പോയി. മാധ്യമങ്ങളോട് ഇരുവരും സംസാരിച്ചില്ല. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പ്രൌഡ് എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഉപയോഗശൂന്യമായ മരുന്നുകൾ വീട്ടിൽ നിന്നും ശേഖരിച്ച് കൊണ്ടുപോകുകയോ നിശ്ചിത സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ സൌകര്യമൊരുക്കുകയോ ചെയ്യും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർക്കാർ തലത്തിൽ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 22 കോഴിക്കോട് വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പൂക്കോട് റാഗിംഗ് കേസിലെ പ്രതികളായ SFI ഗുണ്ടകളെ സർക്കാർ സംരക്ഷിച്ചതുകൊണ്ടാണ് കോട്ടയം റാഗിംഗ് അരങ്ങേറിയതെന്നും റാഗിംഗിനിരയായി ഇനി കേരളത്തിൽ ഒരു മാതാപിതാക്കളുടെയും കണ്ണീര് വീഴരുതെന്നും മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ ചെന്നിത്തല കുറിച്ചു. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം നിഷേധിച്ച് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പ്രേംകുമാർ. ഒരു NGO തുടങ്ങാൻ തന്റെ വീടിന്റെ അഡ്രസ് ചിലർ ചോദിച്ചിരുന്നുവെന്നും നല്ല കാര്യത്തിനാണെന്ന് കരുതി വീട് വാടകയ്ക്ക് നൽകാനാണ് തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സീഡ് സൊസൈറ്റിയുമായി യാതൊരു ബന്ധവും തനിക്കും മന്ത്രിക്കുമില്ലെന്നും പ്രേംകുമാർ വ്യക്തമാക്കി. പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ അഭിഭാഷകയും കോൺഗ്രസ് നേതാവുമായ ലാലെ വിൻസെന്റിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ 12 മണിക്കൂർ EDയുടെ പരിശോധന. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ ED ഉദ്യോഗസ്ഥർ ചോദിച്ചെന്ന് ലാലെ വിൻസെന്റ് പ്രതികരിച്ചു. വയനാട് കമ്പമലയിലെ വനം കത്തിയതല്ല, കത്തിച്ചതാണെന്ന് സ്ഥിരീകരണം. വനത്തിന് തീയിട്ട പഞ്ചാരക്കൊല്ലി സ്വദേശി സുധീഷിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. മറ്റൊരു കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. തീപിടുത്തം സ്വാഭാവികമല്ലെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വനം വകുപ്പ് അധികൃതർ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം ഇയാൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന കാര്യത്തിൽ അധികൃതർക്ക് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. മലപ്പുറത്ത് നടന്ന സെവൻസ് മത്സരത്തിന് മുന്നോടിയായി നടന്ന കരിമരുന്ന് പ്രയോഗത്തിൽ
കാണികൾക്കിടയിലേക്ക് പടക്കം വീണ് 22 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം അരീക്കോടിനടുത്ത് തെരട്ടമലയിൽ ഇന്നലെ രാത്രി 8:30യോടെയാണ് അപകടമുണ്ടായത്. മൈതാനത്ത് നിന്ന് ഉയരത്തിൽ വിട്ട പടക്കം ഗാലറിയിൽ ഇരുന്നവർക്കിടയിലേക്ക് വീണ് പൊട്ടുകയായിരുന്നു. ഇതോടെ ഗാലറിയിൽ ഇരുന്നവർ ചിതറിയോടിയാണ് 19 പേർക്ക് പരിക്കേറ്റത്. 3 പേർക്ക് പൊള്ളലേറ്റു. കൊച്ചിയിൽ നിന്ന് കാണാതായ കുട്ടിയെ വല്ലാർപാടത്ത് നിന്നും കണ്ടെത്തി. ഇന്നലെ വൈകിട്ടോടെയാണ് വടതല സ്വദേശികളായ ദമ്പതികളുടെ മകളും 12-കാരിയുമായ സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതാകുന്നത്. കുട്ടി സ്കൂളിലേക്ക് കൊണ്ടുവന്ന അമ്മയുടെ ഫോൺ സ്കൂളിൽ പിടിച്ചുവച്ചതും ഇക്കാര്യം വീട്ടിൽ വിളിച്ചറിയിച്ചതും കുട്ടിയെ മാനസിക വിഷമത്തിലാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് കുട്ടി മാറി നിന്നത്. 7 മണിക്കൂർ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.5 കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിൽ 2 ചൈനീസ് പൌരന്മാർ കൂടി അറസ്റ്റിൽ. ഗുജറാത്ത് പോലീസ് പിടികൂടിയ അന്താരാഷ്ട്ര കുറ്റവാളികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത തായ്വാൻ സ്വദേശികളായ വെയ് ചുങ്വാൻ, ഷെൻ വെയ് ഹോ എന്നിവരെ ആലപ്പുഴയിൽ എത്തിച്ചു. പ്രതികളെ ഇന്ന് ചേർത്തല കോടതിയിൽ ഹാജരാക്കും. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ ആദ്യ കൊലപാതക കേസിലെ ജാമ്യം റദ്ദാക്കി. 2019 പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യമാണ് റദ്ദാക്കിയത്. പാലക്കാട് സെഷൻസ് കോടതിയുടേതാണ് നടപടി. ആനയിറങ്കൽ ജലാശയത്തിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങിമരിച്ചു. രാജകുമാരി പഞ്ചായത്ത് മെമ്പർ ജെയ്സൺ, സുഹൃത്ത് ബിജു എന്നിവരാണ് മരിച്ചത്. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും നടത്തിയ തെരച്ചിലിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുറ്റവാളികളോ ബന്ധുക്കളോ അപേക്ഷകൾ നൽകിയില്ലെങ്കിലും ശിക്ഷ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് സുപ്രീംകോടതി. പല സംസ്ഥാനങ്ങളിലും അപേക്ഷ നൽകിയവരെ മാത്രമേ ശിക്ഷ ഇളവിന് പരിഗണിക്കുകയുള്ളൂ എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരം നിലപാടുകൾ വിവേചനപരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി വ്യക്തമാക്കി. കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സ്ഥിരം നയമില്ലാത്ത സംസ്ഥാനങ്ങൾ 2 മാസത്തിനുള്ളിൽ നയമുണ്ടാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഖത്തർ അമീറും പ്രധാനമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ സൌഹൃദം ശക്തിപ്പെടുത്താൻ തീരുമാനമായി. ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിൽ ഇരട്ടിയാക്കാനും 5 ധാരണാപത്രങ്ങളിലും 2 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ചർച്ചകളിലെ തീരുമാനം സംബന്ധിച്ച് വിശദീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി അരുൺ കുമാർ ചാറ്റർജി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. യൂട്യൂബിലെയും മറ്റ് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലെയും അശ്ലീല ഉള്ളടക്കം നിയന്ത്രിക്കുന്നത് ഗൌരവമായി പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. ഇന്ത്യ ഗോട്ട് ലേറ്റന്റ് എന്ന യൂട്യൂബ് ഷോയിലൂടെ അശ്ലീല പരാമർശം നടത്തിയ യൂട്യൂബറും പോഡ്കാസ്റ്ററുമായ രൺവീർ അല്ലാബാദിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ഈ നിർദ്ദേശം നൽകിയത്. മഹാരാഷ്ട്രയിൽ 3 മാസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തോടെ അധികാരത്തിലേറിയ മഹായുതി സഖ്യത്തിൽ ഭിന്നത രൂക്ഷമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ചില MLA-മാരുടെ സുരക്ഷ പിൻവലിച്ചതാണ് പുതിയ തർക്കങ്ങൾക്ക് അടിസ്ഥാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കാൻ അർദ്ധരാത്രി എടുത്ത തീരുമാനം അനാദരവും മര്യാദയുമില്ലാത്തതാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിഷയത്തിൽ താൻ സമർപ്പിച്ച രേഖകൾ രാഹുൽ നേരത്തെ പുറത്തുവിട്ടിരുന്നു. മഹാകുംഭമേള നടക്കുന്നതിനിടെ ഗംഗാനദിയിൽ വളരെ ഉയർന്ന അളവിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. മനുഷ്യവിസർജ്യത്തിലുള്ള കോളിഫോം ബാക്ടീരിയയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയത്. പരിശോധന നടത്തിയ നദിയിലെ എല്ലായിടത്തും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയുടെ നടത്തിപ്പിൽ കെടുകാര്യസ്ഥതയെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. യാതൊരു ആസൂത്രണവുമില്ലാതെ നടത്തിയതിനാൽ മഹാകുംഭ് മൃത്യുകുംഭായി മാറിയെന്നും മമത ആരോപിച്ചു. അതേസമയം മമതാ ബാനർജിയുടെ പരാമർശത്തിനെതിരെ ബംഗാളിലെ BJP MLA-മാർ പ്രതിഷേധിച്ചു. മമത ഹിന്ദുവിരുദ്ധയായ മുഖ്യമന്ത്രിയാണെന്നും മഹാകുംഭമേളയെ അപമാനിക്കുന്നത് സഹിക്കാൻ കഴിയില്ലെന്നും ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞു. മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് യുഎസിലെ ഗൂഗിൾ മാപ്പിൽ അമേരിക്ക ഉൾക്കടൽ എന്നാക്കിയ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ഗൂഗിളിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മെക്സിക്കോ.
പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് യുഎസിലെ ഗൂഗിൾ മാപ്പിൽ മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് അമേരിക്ക ഉൾക്കടൽ എന്നാക്കാൻ തീരുമാനിച്ചത്. യുക്രൈനും റഷ്യയ്ക്കുമിടയിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ഉന്നതതല സംഘത്തെ മധ്യസ്ഥരായി നിയോഗിച്ച് യുഎസും റഷ്യയും. ഉഭയകക്ഷി ബന്ധത്തിലെ അസ്വസ്ഥതകളെ അഭിസംബോധന ചെയ്യാൻ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ സമ്മതിച്ചതായി ചർച്ചയിൽ പങ്കെടുത്ത യുഎസ് വിദേശകാര്യ വക്താവ് ടാമി ബ്രൂസ് പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം യുക്രൈൻ പ്രാതിനിധ്യമില്ലാതെ യുക്രൈന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് ചർച്ചകളെ സെലൻസ്കി വിമർശിച്ചു. ഐസിസി ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ന് പാകിസ്ഥാനിൽ തുടക്കം. ആദ്യ മത്സരം പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ കറാച്ചിയിൽ. നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 ഇന്ത്യയുടെ മത്സരം. ബംഗ്ലാദേശും പാകിസ്ഥാനും ന്യൂസിലൻഡും ഉൾപ്പെട്ട എ ഗ്രൂപ്പിലാണ് ഇന്ത്യയുള്ളത്. അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും ഉൾപ്പെട്ടതാണ് ബി ഗ്രൂപ്പ്. മാർച്ച് 9 ഫൈനൽ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.